ബേസിൽ ജോസഫിനെ നായകനാക്കി ശിവപ്രസാദ് എന്ന നവാഗത സംവിധായകൻ ചെയ്ത ചിത്രം ഇന്നലെ തിയേറ്ററിൽ പോയിട്ട് കണ്ടു. മരണമാസ്. പടത്തിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി, ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവി. ഇതൊരു ബ്ലാക്ക് കോമഡി അല്ലെങ്കിൽ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞ ജോണറിൽ വരുന്ന മൂവിയാണ്. പടത്തിലെ നായകൻ നമ്മളെ ബേസിൽ ജോസഫാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ട സാധനം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സുരേഷ് കൃഷ്ണ ഒന്ന്, പിന്നെ ഇതിനകത്തുള്ള തിരക്കഥ കൂടെ ചെയ്തിട്ടുള്ള ഷിജു സണ്ണി, നമ്മൾ വാഴയിൽ അഭിനയിച്ചിട്ടുണ്ട്. രോമാഞ്ചത്തിൽ എപ്പോഴും ഹാൻഡ്സ് വെക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ. ആ പുള്ളിക്കാരൻ ഇതിനകത്തൊരു മേജർ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ബേസിൽ ജോസഫിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് വരുന്ന ഒരു ലേഡിയുണ്ട്. പിന്നെ ഈ പടത്തിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടത് രാജേഷ് മാധവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറാണ്. രാജേഷ് മാധവന് സാധാരണഗതിയിൽ നമ്മൾ കോമഡി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മളുടെ മിന്നൽ മുരളിയിൽ മാറാലഹ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ, കോമഡി കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന രാജേഷ് മാധവൻ, പോലീസുകാരൻ, ആ മെലിഞ്ഞിട്ടുള്ള പോലീസുകാരൻ. പ്ലസ് നമ്മളുടെ ഈ ഒരു നാഥാൻ കേസ് കൊടുക്കുന്ന പടത്തിനകത്തുള്ള ആ ഒരു കെയറിങ് ആയിട്ടുള്ള സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന ആ സുരേഷ് ഏട്ടൻ ഉണ്ടല്ലോ, സുരേഷ് ഏട്ടൻ എന്നുള്ള ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ള ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ആ ആൾ. ഈ ഒരു പടത്തിലെ ഒരു കീ എലമെൻറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു മേജർ റോൾ ചെയ്തിട്ടുള്ളത് രാജേഷ് മാധവൻ. രാജേഷ് മാധവന് ബേസിക്കലി ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ പടം വികസിക്കുന്നതും പുരോഗമിക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ പടത്തിലെ കോമഡി എലമെൻറ്റ്സ് ഒരു സൈഡിൽ നിന്ന്, അത് ബേസിൽ ജോസഫിൻ്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള, ബേസിൽ ജോസഫിൻ്റെ നാട്ടുകാരായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോമഡി കാര്യങ്ങൾ. ബേസിൽ ജോസഫ് ഒരു സ്ഥിരം ശൈലിക്കാരനാണ്, പ്രശ്നക്കാരാണ്. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടെ പൈസ പിരിച്ചിട്ട് ഇവനെ ചെക്കോസ്ലോവേക്കിയ പറഞ്ഞേക്കാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥ ഒരു സൈഡിലും, ഇപ്പുറത്ത് നടക്കുന്ന കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്, ഒരു സീരിയൽ കില്ലിംഗ് റിലേറ്റഡ് പ്രശ്നമാണ്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളും കൂടെ ഒരുമിച്ച് വരികയാണ്, ഒരുമിച്ച് സംഗമിക്കുന്ന ഒരു ബസ്സിൽ വെച്ചിട്ടാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് നടക്കുന്ന സംഭവ വികാസങ്ങൾ, ഒരു ബസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് കൃത്യമായിട്ട് ഒരു പ്രൈവറ്റ് ബസ്സിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക, എങ്ങനെയൊക്കെയാണ് അതിനകത്തുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, കാര്യങ്ങൾ, അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, തോണ്ടൽ, വിച്ചൽ, മാന്തൽ, അങ്ങനത്തെ കാര്യങ്ങൾ. പ്ലസ് അത് ഒരു സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പോയി നിന്ന് അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, വേറെ പല പല സ്ഥലങ്ങളിലും അത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുക്കിയിടാൻ പറ്റില്ല, കാരണം അത് പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതുകൊണ്ടുള്ള എൻട്രി, പിന്നെ വേറെ പല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ ഉണ്ടാവുന്ന കോമഡികൾ, കാര്യങ്ങൾ. അപ്പം അങ്ങനത്തെ പല പല കാര്യങ്ങളും ഇതിനകത്ത് ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്. ബ്ലാക്ക് കോമഡി ആണെങ്കിൽ പോലും നമുക്കിതൊക്കെ സംഭവിക്കുന്നതാണല്ലോ എന്ന് തോന്നിപ്പോകും, അല്ലെങ്കിൽ സംഭവിച്ചു കൂടായിക ഇല്ലല്ലോ, ഇതൊക്കെ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിലേക്കെന്നുള്ള സംഭവങ്ങൾ തോന്നിപ്പോകും. കുറേ അതിശയോക്തി ഉണ്ടെങ്കിൽ പോലും ഈ അതിശയോക്തി പോലും നാച്ചുറലായിട്ട് നടക്കാൻ സാധ്യതയുള്ള സംഭവമാണെന്നുള്ളത് പടത്തിൻ്റെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് ചെയ്തു വെച്ചിട്ടുള്ളത്. പടത്തിനകത്ത് ഒരു കാമിയോ റോളായിട്ട് നമ്മൾ ടൊവിനോ തോമസ് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. പടത്തിനെക്കുറിച്ച് ആകത്തുക പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഈ ഒരു വെക്കേഷൻ സീസണിൽ, പ്രത്യേകിച്ച് ഈ വിഷു സീസണിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ, നല്ല രീതിയിൽ പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി മേക്കിംഗ്. അത് ശിവപ്രസാദ് എന്ന് പറഞ്ഞാൽ നവാഗത സംവിധായകനാണെന്ന് പോലും തോന്നില്ല, അത്രക്കും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കാനായിട്ട് ഇതിൻ്റെ ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഐ മീൻ റൈറ്റർക്കും കഴിഞ്ഞിട്ടുണ്ട്, ഈ ഡയറക്ടർക്കും കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഒരു മേക്കിംഗ് തന്നെ പടത്തിൻ്റെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്ലസ് ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഓരോ ആൾക്കാരെ എടുത്തു പറയുകയാണെങ്കിലും വെറുതെ ഒരാളും ഈ പടത്തിൽ കൊണ്ടുവന്ന മാതിരി തോന്നില്ല. ഈവൻ നമ്മളെ ജോമൻ ജ്യോതിർ എന്ന് പറഞ്ഞ ആൾ, വാഴയിലൊക്കെ ഉള്ള ആൾ, അതേപോലെ തന്നെ നമ്മളുടെ ഈ ഗുരുവായൂർ അമ്പല നടത്തിൽ പക്ഷി നോട്ടക്കാരനായിട്ട് വരുന്ന ആളുണ്ടല്ലോ, അപ്പോൾ ഈ ആളൊക്കെ, ഈ ആളുടെ റോള് വരെ ഇതിനകത്ത് നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. കോമഡിക്കൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ, എന്നാൽ അതൊക്കെ രസകരമായിട്ട് തന്നെ നമുക്ക് ടോട്ടലി എൻഗേജ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തു വെക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാബു ആൻ്റണിയുടെ റോള് ഗംഭീരമാണ്. അങ്ങനെ ഓരോ ആൾക്കാരും, നമ്മളുടെ പിന്നെ സുരേഷ് കൃഷ്ണൻ ചെയ്തിരിക്കുന്നത് ഒരു ബസ് ഡ്രൈവറുടെ റോളാണ്. ഒരു പ്രായമായിട്ടും കല്യാണം നടക്കാത്ത ആൾ ഇപ്പോൾ തേടി പിടിച്ച ഒരാളെ കല്യാണത്തിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വേറൊരു സൈഡിൽ കൂടെ കോമഡി ആയിട്ട് കാണിക്കുന്നുണ്ട്. പ്ലസ് ബാക്കിയുള്ള ഒരു സീരിയസ് വിഷയം, ഓൾറെഡി പറഞ്ഞ ഒരു സീരിയൽ കില്ലിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അത് പോലീസ് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു, നാട്ടുകാരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇത് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, ലാസ്റ്റ് ഇതിനകത്തുള്ള കൾപ്രിറ്റിനൊക്കെ പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ ആൾക്കാരാണോ കുടുങ്ങപ്പെടുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടലി എൻഗേജിങ് ആയിട്ടുള്ള പടം. 2 മണിക്കൂർ 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഒറ്റ പോയിന്റ് ഓഫ് ടൈമിൽ പോലും നമുക്ക് ലാഗ് അടിക്കാത്ത രീതിയിൽ അടിപൊളിയായിട്ട് എടുത്തു വെക്കാനായിട്ട് ഇതിൻ്റെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചമ്മൻ ചാക്കോൻ്റെ ഒരു എഡിറ്റിംഗ് വർക്കാണ്. ഗംഭീരമാണ്, നല്ല രസമാണ്. പിന്നെ അതേപോലെ തന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, എൻഗേജിങ് ആയിട്ടുള്ള പാട്ടുകളാണെങ്കിലും ശരി, BGM ആണെങ്കിലും ശരി, എല്ലാം കൊണ്ട് നമുക്ക് നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു എബോ ആവറേജ് മൂവി തന്നെയാണ് ഇന്നലെ റിലീസ് ചെയ്തിട്ടുള്ള മരണമാസം.